നമസ്കാരം ഞങ്ങളെ ഇന്നൊരു മുട്ടൻ സാധനമായിട്ടാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് വന്നിട്ടുള്ളത്. ഹെവി വെയിറ്റ് സാധനമാണ്. അപ്പോൾ ഒരു 11 കിലോയുടെ ജാക്ക് ക്യാമറ ആണ്. ജാക്ക് ക്യാമറ അറിയാമല്ലേ എല്ലാവർക്കും, കോൺക്രീറ്റ് ഒക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ജാക്ക് ക്യാമറ. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ ആദ്യം ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമറ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിന് സൈഡിലോട്ട് തിരിച്ച് കാണിക്കാം. ഓക്കെ ഓക്കെ ബോസ്, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഗ്രീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സാധനം ഇതൊന്ന് എടുക്കാൻ ഹെവി വെയിറ്റ് ആണ്, മുടിഞ്ഞ വെയിറ്റ് ആണ്. ഇതാ ജാക്ക് ക്യാമറ കടക്കടക്കടക്കടക്കടക്കുന്ന ഈ സാധനം ജാക്ക് ക്യാമറ. അപ്പോൾ ഇത് 11 കിലോ വെയിറ്റിൻ്റെ ജാക്ക് ക്യാമറ ആണ്. ഇത് നല്ല വില വരുന്നൊരു സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ ബിറ്റ് 2 കോൺക്രീറ്റ് ബിറ്റ്, രണ്ടല്ല കേട്ടോ 3 ബിറ്റ് ഉണ്ട്. 3 ബിറ്റ്. ഇത് കോൺക്രീറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജാക്ക് ഹാമർ. ജാക്ക് ഹാമർ അല്ലെങ്കിൽ ഗിൽറ്റി എന്ന് പറയും, ഗിൽറ്റി. ഓക്കെ, ഈ സാധനം നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കും. ഇത് ആവശ്യമുള്ളവർ നമ്മളൊരു ബന്ധപ്പെടുക. വളരെ മിതമായ നിരക്കിൽ ഈ സാധനം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളത്തിലെല്ലായിടും സപ്ലൈ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ നമ്മളൊരു ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിൽറ്റി. ഞങ്ങൾക്ക് കൂടെ കാണിച്ചുതരാം. ഇതെടുത്ത് പോക്കാൻ ഭയങ്കര പാടാണ്. കണ്ട സംഭവം ഗിൽറ്റി ഇതാണ്. മെഷീൻ കണ്ട പോലെയാണ്, അടിച്ച് പൊളക്കാം. ഓക്കെ, മെഷീൻ കണ്ട പോലെയാണ്. ഈ ഗിൽറ്റിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതങ്ങ് ഈ ബോക്സ് അങ്ങ് മാറ്റാം. ഓക്കെ, നമ്മൾ ഈ ഗിൽറ്റി ഉപയോഗിക്കുന്നവർ വളരെ റഫായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ അടിച്ച് നശിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഇതിൻ്റെ ടെക്നിക്സ് അറിഞ്ഞുകൂടാതെയാണ് അത് ചെയ്യുന്നത്. ഇതിലൊരു ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഗിൽറ്റി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനായിട്ട് 2-3 സംഭവങ്ങളുണ്ട്. ഇതിൽ ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു 5, 6, 4 2-3 നമ്പറുണ്ട്. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ 4 ഉപയോഗിക്കാവും. അതാണ് ഇതിൻ്റെ എപ്പോഴും ഒരു പവർ എന്ന് പറയുന്നത്. എപ്പോഴും 4ആണ്. 5 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ ഇത് കരഞ്ഞു പോകാം. അപ്പോൾ അതിൻ്റെ മെഷീന് അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എപ്പോഴും ഇത് ഗിൽറ്റി 4 ഉപയോഗിക്കാവും. അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു നട്ടുണ്ട്. ഈ നട്ട് ഇതിൻ്റെ വൈബ്രേഷൻ കാരണം എപ്പോഴും അത് ലൂസായി പോകും. ഈ നട്ട് നമ്മൾ ഈ വൈബ്രേഷൻ കാരണം ലൂസായാൽ ഇതിനെപ്പോഴും നമ്മൾ ഈ അലങ്കി വെച്ച് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് അതിൻ്റെ മെഷീനിൽ ടൈറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതെപ്പോഴും 4 ഇരിക്കണം. ഇത് അലങ്കി വെച്ച് നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിവിടെ ഒരു സംഭവമുണ്ട്. ഈ കാണുന്ന ഭാഗം, ഈ ഭാഗം ഇത് നമ്മൾ ഒരു 3 ദിവസം നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 ദിവസത്തേക്കെങ്കിലും ഈ നമ്മൾ ഇതിട്ട് ഇളക്കിയിട്ട് ഇളകാൻ കഴിയും. ഇത് നമ്മൾ ഇളക്കിയിട്ട് ഇതിൽ ഇളകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ ഓയിലി ടൈപ്പിലുള്ള ഈ ഗ്രീസാണിത്. ഈ ഗ്രീസ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ദിവസത്തിൽ അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചക്കകത്തെങ്കിലും ഈ ഓയിൽ ടപ്പ് ഗ്രീസ് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഗിൽറ്റി പലതും പെട്ടെന്ന് നശിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെവി മെഷീൻ ടൂൾസാണ്. ഹെവി മെഷീൻ ടൂൾസ് ആയതുകൊണ്ട് ഇത് ഒരു പരിധി വരെ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോഞ്ഞു പോകും, നമ്മളെ പൈസ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഒരു പവർ 4 ഇതിൻ്റെ അടിയിലുള്ള നട്ട് വൈബ്രേഷൻ കാരണം ലൂസാവും. അത് എഞ്ചിൻ നട്ടാണ്. ഇതിനകത്തുള്ള മെഷീൻ്റെ നട്ടാണ് പ്രധാനപ്പെട്ട. അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിൽ എപ്പോഴും ഓയിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഓയിലല്ല, ഗ്രീസ്. പിന്നെ പ്രധാന വേറൊരു സംഭവമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഈ ഗിൽറ്റിയുടെ റാഡാണ്. ഈ റാഡ് നമ്മൾ എപ്പോഴും ഗ്രീസ് ഇട്ടിട്ട് വേദന ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇൻസർട്ട് ചെയ്യുന്നത് എപ്പോഴും ഗ്രീസ് ഇട്ടിട്ടാണ് ഇൻസർട്ട് ചെയ്യുക. ഇത് ലോക്കായി. അപ്പോൾ ഇത് നമ്മൾ ഗ്രീസ് ഇടാതെ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് തിരിച്ച് ഇളകി വരാതെ ചിലപ്പോൾ ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ലോക്കായ അമ്മച്ചി. അപ്പോൾ ഗ്രീസ് ഇടാതെ ഇത് ഒരു കാരണവശാലും ഇതിടാൻ പാടില്ല, എങ്കിലത് ലോക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഗ്രീസ് ഇട്ട് ഇതിടുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 2, 3, 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ശരി ഗൈസ്. അപ്പോൾ ഈ മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ആവശ്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലാതെ നമ്മളിവിടെ ലോക്കലായിട്ട് നമ്മൾ ഇത് നമ്മുടെ ഷോപ്പിലുണ്ട്, വാടകയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതൊരു മുട്ട സാധനമാണ്, കോൺക്രീറ്റ് ഒക്കെ അടിച്ച് പൊളന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രീസ് ഇടുക, ഇതിൻ്റെ നട്ട് നോക്കിക്കൊള്ളുക, ഇതിൽ ഗ്രീസ് ഇടുക. ഇതിൻ്റെ പവർ എപ്പോഴും 4 വയ്ക്കുക. ഇത് വെച്ച് പണി ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ഒന്നും കുത്തി വലത്താതിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ പാര പിടിക്കുന്ന പോലെ കുത്തി വലത്തുന്ന ഒരു സംഭവമാണ്, അങ്ങനെ വലത്താതിരിക്കുക. അപ്പോൾ നമുക്ക് ഓക്കെ, ഇത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.